ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പത്തിന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നൊരു സ്നാക്സാണ്. അതിലേക്ക് വേണ്ടി ഞാനൊരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തിയാണ്. ചായൻ്റെ കൂടെ കഴിക്കാൻ, വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂങ് ദാൽ. മൂങ് ദാൽ പറഞ്ഞാൽ ചെറുപയറിൻ്റെ പരിപ്പ്. അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതിലേക്ക് വേണ്ടത് പച്ചമുളക്, ഒരു തണ്ട് കരിയേപ്പിൻ്റെ ഇല. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു കപ്പ് റവ ഞാൻ ഇവിടെ ചേർക്കുന്നത്, അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ഗ്യാസിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇത് നന്നായി വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച ഈ മൂങ് ദാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുക്കി വരുമ്പോഴത്തേന് കട്ടിയായിട്ട് വരും. വേണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാല പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് സ്വീറ്റ്സോ ഏത് വിധത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുത്തോളാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കൈകൊണ്ട്. ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഇതിന് ഞാൻ ചെറിയ ചെറിയ ബൗൾസാക്കി എടുക്കുന്നുണ്ട്. കുഞ്ഞ് ബൗൾസല്ല, അത്യാവശ്യം ഒരു വലുപ്പമുള്ള ബൗൾസാക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇത് കടയിൽ സ്നാക്സൊക്കെ കിട്ടാറുണ്ടല്ലേ, ഒരു കുറുക്കുറു പോലത്തെ സ്നാക്സ്, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാറുണ്ട് ഇതിന്. നല്ലൊരു ടേസ്റ്റാണിത്. നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. പൊരിച്ചെടുത്താൽ നന്നായിട്ട് കിട്ടാറുണ്ട് ഇത്. ഇതൊരു ബൗൾസാക്കിയിട്ട് ഞാനിത് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇത് എണ്ണയിലിട്ട് ഇടുമ്പോഴത്തേന് ഒന്നുകൂടി വലുപ്പം കൂടി വരുന്നുണ്ട്. നന്നായിട്ട് കിട്ടുന്നുണ്ട് മാത്രം ഇത്. കഴിക്കാൻ കാലം അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ഇഷ്ടമാണുണ്ട്. ഇതിലേക്ക് വേണ്ടി മസാല പൊടി വേണം ചേർത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഞാനിതെല്ലാം പൊരിച്ചെടുത്ത് എല്ലാം ഫ്രൈ ആക്കി എടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ടി ടൊമാറ്റോ സോസ് റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ 2 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കാശ്മീർ ചില്ലി, 2 അരി വെളുത്തുള്ളി, ഇത്രയും ചേർത്തിട്ടൊന്ന് ഞാനിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിന് ഞാൻ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുണ്ട്. ഇത് തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. ചൂടോട് കൂടി അരച്ചെടുക്കാനൊന്നും പോവണ്ട. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇത് ഞാനൊരു അരിപ്പയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒന്ന് അരിപ്പയിലിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒന്ന് കട്ടയില്ലാത്ത പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. സൺഫ്ലവർ ഓയിലിൻ്റെ കാട്ടി കൂടുതൽ നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിന് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ഞാനൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിം ചെയ്യണം, പിന്നെ ഹൈ ഫ്ലെയിം ചെയ്യണം, പിന്നെ ലോ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കുറുകി കിട്ടുന്നുണ്ട്.
ഇപ്പോൾ തിളച്ച് വരുമ്പത്തിന് നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല കളറും തിക്കായി വരുമ്പത്തിന് നല്ലൊരു റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ കുട്ടികൾക്ക് ടൊമാറ്റോ സോസും അതേപോലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ നല്ലത് തന്നെയാണ്. ഈ പുറത്തു നിന്നും ടൊമാറ്റോ സോസ് കൊണ്ടുവരാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി. നല്ല കളറും കാണുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റായിട്ടുള്ള നല്ലൊരു ടൊമാറ്റോ സോസ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ഇതുപോലെ അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നു. കുട്ടികൾ പുറത്തുനിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ കഴിച്ച് ശീലിക്കും. അപ്പോൾ കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെത്ര കൂടെ നന്നായിട്ടുണ്ടാവുമെന്ന്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തായാലും സപ്പോർട്ട് ചെയ്യണം എന്നെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. എനിക്ക് അടുത്ത വീഡിയോ ഇടാനുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റൂ ഇൻഷാ അല്ലാഹ്.